ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളീ കാണുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് വരുന്നത് 120 വാട്ട്സാണ് ലെഫ്റ്റ് റൈറ്റ് ചാനൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സബിൻ്റെ വാട്ട്സ് വരുന്നത് 300 വാട്ട്സ് ഔട്ടാണ് വരുന്നത്. ഈ ഒരു 2.1 ആംപ്ലിഫയറിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 ടവർ ബോക്സും പിന്നെ ഒരു സബ് വൂഫറിൻ്റെ ബോക്സ് JBLൻ്റെയാണ്. JBLൻ്റെ 325 RMS വരുന്ന 1500 പീക്ക് വരുന്ന സബ് വൂഫറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 52001943 വരുന്ന ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആംപ്ലിഫയർ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ ചാനലിന് വേണ്ടിയിട്ടും 52001943 വരുന്ന ബോർഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റിലിരിക്കുന്ന ടവർ ബോക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് C10ൻ്റെ 8 ഇഞ്ച് ഊഫറാണ്. അതുപോലെ തന്നെ 5 ഇഞ്ച് മിഡ് റേഞ്ച്, 4 ഇഞ്ച് ട്യൂട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 ohmsൽ വരുന്നതാണ് C10ൻ്റെ ഊഫറും. അതുപോലെ തന്നെ മിഡ് റേഞ്ചും ട്യൂട്ടറും ഒക്കെ 4 ohmsൽ വരുന്നതാണ്. ഏത് ആംപ്ലിഫയർ നമ്മൾ ചെയ്താലും അസംബിൾ ചെയ്താലും അത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ചെയ്താലും IC ഉപയോഗിച്ച് ചെയ്താലും നല്ല സ്പീക്കർ ലെഫ്റ്റോ റൈറ്റിലും ഇട്ടിട്ടില്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റീരിയോ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിൽ ഒരു വിയോമീറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആംപ്ലിഫയറിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. കുഴപ്പമില്ലാത്ത നല്ലൊരു വർക്കിംഗ് തന്നെയാണ്. സബ് വൂഫർ ആയാലും നല്ല ബേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റൊക്കെ നല്ല ക്ലിയർ ഉള്ള വർക്കിംഗ് തന്നെയാണ് കിട്ടുന്നത്.